ഒരിക്കൽ ബലൂൺ വില്ലേ എന്ന സന്തോഷകരമായ പട്ടണത്തിൽ ടോമിയും എമ്മയും രണ്ട് ഉറ്റസുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു കൗതുകമുള്ള ആൺകുട്ടിയായിരുന്നു ടോമി. പസിലുകൾ പരിഹരിക്കുന്നതിൽ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു എമ്മ. എമ്മേ, ഇത് നോക്കൂ. ഞാൻ തട്ടിൻപുറത്ത് ഒരു പഴയ ഭൂപടം കണ്ടെത്തി. ഇത് ഒരു മറഞ്ഞിരിക്കുന്ന നിധിയിലേക്ക് നയിക്കുന്നതായി തോന്നുന്നു, ടോമി പറഞ്ഞു. കൊള്ളാം, ടോമി. നമുക്ക് മാപ്പ് പിന്തുടരാം. അത് ഞങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം, എമ്മ പറഞ്ഞു. മാപ്പ് അവരെ മിസ്റ്റർ പോപ്പേഴ്സ് ബലൂൺ ഷോപ്പിലേക്ക് നയിച്ചു. അവിടെ എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള വർണ്ണാഭമായ ബലൂണുകൾ മുറിയിൽ നിറഞ്ഞു. മിസ്റ്റർ പോപ്പർ: ഹലോ കുട്ടികളെ, എന്താണ് നിങ്ങളെ ഇന്ന് എന്റെ കടയിലേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾ ഈ പഴയ മാപ്പ് കണ്ടെത്തി, മിസ്റ്റർ പോപ്പർ. ഇത് ഒരു മറഞ്ഞിരിക്കുന്ന നിധിയിലേക്ക് നയിക്കുന്നതായി തോന്നുന്നു, പക്ഷേ അതിൽ വരച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ദ്വീപിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരു വഴി ആവശ്യമാണ്, ടോമി പറഞ്ഞു. മിസ്റ്റർ പോപ്പർ: ഓ, ഫ്ലോട്ടിംഗ് ദ്വീപ്. അവിടെ എത്താൻ നിങ്ങൾക്ക് എന്റെ പ്രത്യേക ബലൂണുകൾ ആവശ്യമാണ്. ഇതാ, ഈ രണ്ട് ഭീമൻ ബലൂണുകൾ എടുക്കുക. അവ നിങ്ങളെ ദ്വീപിലേക്ക് ഉയർത്തണം. ആവേശത്തോടെ ടോമിയും എമ്മയും ബലൂണുകൾ പിടിച്ച് ആകാശത്തേക്ക് പൊങ്ങി. നനുത്ത മേഘങ്ങളും അവയുടെ അരികിൽ പറക്കുന്ന പക്ഷികളും ഉള്ള കാഴ്ച ഗംഭീരമായിരുന്നു. നോക്കൂ, ടോമി. അവിടെയുണ്ട് ഫ്ലോട്ടിംഗ് ദ്വീപ്, എമ്മ പറഞ്ഞു. അവർ സൗമ്യമായി ദ്വീപിൽ ഇറങ്ങി കല്ലുകളിൽ എഴുതിയ കടങ്കഥകളുടെ ഒരു പരമ്പര കണ്ടെത്തി. ഈ കടങ്ക പറയുന്നു: എനിക്ക് താക്കോലുണ്ട്, പക്ഷേ പൂട്ടില്ല. എനിക്ക് സ്ഥലമുണ്ട്, പക്ഷേ മുറിയില്ല. നിങ്ങൾക്ക് പ്രവേശിക്കാം, പക്ഷേ അകത്തേക്ക് പോകരുത്. ഞാൻ എന്താണ്? അതൊരു കുസൃതിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, അതൊരു കീബോർഡാണ്, എമ്മ പറഞ്ഞു. കല്ല് തുറന്നു. ദ്വീപിന്റെ മധ്യഭാഗത്തേക്ക് ഒരു സ്വർണ്ണ പെട്ടി കിടക്കുന്ന ഒരു പാത വെളിപ്പെടുത്തി. എമ്മ: നമുക്ക് പെട്ടി തുറക്കാം, ടോമി പറഞ്ഞു. പെട്ടിക്കുള്ളിൽ സ്വർണമോ ആഭരണങ്ങളോ അല്ല, എക്കാലത്തെയും മഹത്തായ സാഹസികത എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകം കണ്ടെത്തി. പുതിയ സാഹസങ്ങൾക്കായുള്ള കഥകളും ഭൂപടങ്ങളും കൊണ്ട് ഈ പുസ്തകം നിറഞ്ഞിരിക്കുന്നു. ഇത് നിധിയേക്കാൾ മികച്ചതാണ്, അവർ പറഞ്ഞു. തങ്ങളുടെ സാഹസികത എല്ലാവരുമായും പങ്കുവയ്ക്കാനുള്ള ഉത്സാഹത്തോടെ അവർ പുതുതായി കണ്ടെത്തിയ നിധിയുമായി വീണ്ടും ബലൂൺ വില്ലിലേക്ക് ഒഴുകി. നന്ദി, മിസ്റ്റർ പോപ്പർ. നിങ്ങളുടെ ബലൂണുകൾ ഞങ്ങളുടെ സാഹസികത സാധ്യമാക്കി. മിസ്റ്റർ പോപ്പർ: കുട്ടികളെ, നിങ്ങൾ ഇത് ആസ്വദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓർക്കുക, നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓർമ്മകളും കഥകളുമാണ് ഏറ്റവും നല്ല നിധികൾ. അതിനാൽ പുതിയ ലോകങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും പസിലുകൾ പരിഹരിക്കാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കാനും ടോമിയും എമ്മയും അവരുടെ ദിവസങ്ങൾ ചെലവഴിച്ചു.